കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇതുവരെ മാറേണ്ടി വന്നിട്ടില്ല. പക്ഷെ അവൻ എനിക്ക് വേണ്ടി അവനെ തന്നെ മാറ്റിക്കളഞ്ഞു. തങ്കവന്റെ ആ ഭദ്രകാളിയോട് നടന്നിടന്ന് ഇപ്പൊ ഞാനാരാന്ന് എനിക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഉണ്ടോ, ഒരു വ്യക്തിത്വം ഉണ്ടോ, കുറച്ച് സ്ഥാപനമെങ്കിലും ഉണ്ടോ? ഇതൊക്കെ എന്തിനാണ് ഞങ്ങളടുത്ത് പറയുന്നത്? ചേട്ടനെന്താ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട് അക്കുക്കയും മമ്മൂക്കയും ഒരേ ക്വസ്റ്റ്യൻ സെൻസാ. ഞാൻ എടുത്തു കൊടുത്താൽ പോലും എടുത്തില്ല. ഇറ്റാക്ക് സ്വന്തമായിട്ടൊരു സ്റ്റൈലുണ്ട്. അവള് പറയുന്ന പാന്റ് ഇടണം, ഷർട്ട് ഇടണം, ഷഡ്ഡി ഇടണം. സ്വന്തമായിട്ട് ഷഡ്ഡി ഇടാനുള്ള അവകാശം പോലും എനിക്കില്ല. ചോദിക്കുമ്പോൾ പറയുന്ന അവളുടെ കെയറിങ് ആണ്. എന്നെ കെറിയാൻ എനിക്കറിയത്തില്ലേ? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ മോഡലിംഗ് ഫീൽഡിൽ വലിയ ഫോട്ടോഗ്രാഫറാ. ഒത്തിരി പെൺപിള്ളേരുടെ ഫോട്ടോ ഒക്കെ എടുക്കും. ചേട്ടന്റെ ഒരു ഭാഗ്യം. ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള എന്നോട് ആ പൂതര പറയുവാണ് എന്റെ ക്യാമറയിൽ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കരുതെന്ന്. എന്റെ വരുമാനം നേരെ പകുതിയായി. അവളുടെ തന്നാണല്ലോ എനിക്ക് ക്യാമറ ഉണ്ടാക്കി തന്നത്. കല്യാണം കഴിഞ്ഞിട്ടും കൃഷിന്റെ കെയറിങ് ഇതുവരെ മാറിയിട്ടില്ല. ഒരു ബേബി പോലും വേണ്ടെന്നാ കൃഷി പറഞ്ഞേക്കണത്. എനിക്ക് കൃഷിന് ഞാനും മാത്രം മതി. എന്റെ പൊന്നാ കൃഷി. ആറ്റു നൂറ്റിരുന്നാളെ ഞാൻ ഒരു കല്യാണം കഴിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞിക്കാലം ഉണ്ടെന്ന് ആഗ്രഹം ഞാൻ പറയപ്പോ ആ നായിന്റെ മോള് പറയുമ്പോ അവളുടെ ബ്യൂട്ടി പോകും, നമുക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലത്. നാട്ടുകാർ പറയുന്നത് എനിക്കത് കുഴപ്പമില്ല.